ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ സൗഹൃദങ്ങൾക്കും സന്തോഷവും സമാധാനവും എന്ന് തന്നെ കരുതട്ടെ. ഞാനൊരു ലോങ് വീഡിയോയുമായിട്ടിപ്പോൾ വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിടുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, രാജേശ്വരി ആൻറ്റി എന്ന് തന്നെ പറയുകയാണ്. ഞാൻ രാജേശ്വരി ആൻറ്റി എന്ന് പറയുന്ന നമ്മളുടെ തരംഗമായ ഒരാൾ നമ്മളെ സോഷ്യൽ മീഡിയയിലുണ്ട്. സത്യം പറഞ്ഞാൽ സൈബർ ആക്രമണമെന്ന് പറയുക തന്നെ വേണം ആ സ്ത്രീ ചെയ്യുന്നതിന്. സൈബർ ആക്രമണം തന്നെയാണ് മറ്റൊരു സ്ത്രീയോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നിലവിൽ യാതൊരു കണ്ടൻറ്റും ഇല്ല. ഒരു കണ്ടൻറ്റും ഈ സ്ത്രീക്കില്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പഴയത് തന്നെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്തും എല്ലാം ഇവരിങ്ങനെ കയറ്റി സോഷ്യൽ മീഡിയയിൽ വിട്ട് ഇവർ റീച്ച് ഉണ്ടാക്കുകയാണ് ആ സ്ത്രീയെ വെച്ചിട്ട്. വീണ്ടും വീണ്ടും ആ സ്ത്രീ മറ്റേ യൂട്യൂബറെ കൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ആരുടെ ഭാഗത്താണ് തെറ്റുന്നത്. ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരണമെന്നൊന്നും ആഗ്രഹിച്ചതല്ല. ഈ സ്ത്രീയുടെ നിലവാരമില്ലാത്ത ഈ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ കൂടി തന്നെ വരാൻ കാരണം. ഇവരങ്ങ് നിരന്തരം അവരെ അങ്ങ് സൈബർ ആക്രമണമാണ്. ഇവർക്ക് സത്യമായി ജീവിക്കാൻ വേണ്ടി പോയി ജോലിക്ക് പോയിക്കൂടെ സ്ത്രീയെ? നിങ്ങളെ തയ്ച്ചും കുത്തിയും ഇടയ്ക്കിടയ്ക്കവിടെ കാണിക്കുന്നുണ്ടല്ലോ. ആണോ? അപ്പം നിങ്ങൾ ഈ സ്ത്രീയുടെ ഇറച്ചി തിന്ന് ജീവിക്കുകയാണോ? രാജേശ്വരി എന്ന് പറയാനേ എനിക്ക് പറ്റൂ. രായമേനും എല്ലാവരും ഈ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത് അറിയില്ലേ. 5-6 മക്കളുള്ള സ്ത്രീയാണ്. ഈ സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീയെ വെച്ച് ഇങ്ങനെ ചെയ്താൽ എന്തുവാ അവസ്ഥ? എനിക്ക് ഇവരോട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനായിരുന്നുവെങ്കിൽ നേരിട്ട് പോയിട്ട് ഇവർക്ക് ചെയ്യാവുന്ന പണി ഞാൻ ചെയ്തേനെ. അത്ര നികൃഷ്ടയായ സ്ത്രീ, അങ്ങനെ തന്നെ ഈ സ്ത്രീയെ പറയണം. ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുണ്ടല്ലോ, പേക്കൂത്ത്. അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക സ്ത്രീയെ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ കാര്യം കൊണ്ട് വരുന്നില്ല. നിങ്ങൾ അവരോട് ചെന്നപ്പോൾ മാത്രമാണ് അവർ നിങ്ങൾക്കെതിരെ റിയാക്ഷനായിട്ട് അവരുടെ ഹസ്ബൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചാനലിൽ. നിങ്ങൾ അവരുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്നത്, കറി വയ്ക്കുന്നത്, അവരെങ്ങോട്ടെങ്കിലും പോകുന്നത്, ഇനി അവരുടെ വീട്ടിൽ പോയി നീ. അപ്പം നിനക്ക് അവരുടെ വീട്ടിലെ എല്ലാ കാര്യവും കണ്ട് അന്നേരം പിടിക്കാമല്ലോ. നിനക്ക് നാണമില്ലേ സ്ത്രീയെ? ഇങ്ങനെ അടുത്തൊരു സ്ത്രീയുടെ ഇറച്ചി നിന്ന് ജീവിക്കാനായിട്ട്. ഇതാണ് പച്ചയിറച്ചി തീറ്റി എന്ന് പറയുന്നത്. എന്തുവാ പഴയ വോയിസ് ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്തങ്ങ് ഭാര്യയും ഇട്ടേക്കുക. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്, എനിക്ക് വ്യൂസ് ഉണ്ട്, ഞാൻ എൻ്റേതായ രീതി ചാനൽ വളർത്തിക്കൊണ്ട് ഇവിടെ വെച്ചാണ് ഈ ചാനൽ ഫുള്ളും നീ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നീ പറയത്തില്ല. വീഡിയോസ് ഫുള്ളെടുത്താൽ അറിയാം. ആ സ്ത്രീയെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് ഫുള്ളും. നിന്നെപ്പറ്റി ഫോട്ടോ ഇട്ട് ചെയ്തപ്പോൾ തന്നെ സ്ട്രൈക്ക് തരാൻ തയ്യാറായ ആണോ? ചാനലിൽ പോകാൻ പോകുന്ന ഹാക്ക് ചെയ്തു, മാഫിയ തന്നെ എൻ്റെ പിറകെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാവുക. മാഫിയ ഉണ്ടെങ്കിൽ നിൻ്റെ ചാനൽ അടിച്ചു പോകും. ഇങ്ങനെയാണെങ്കിൽ അടിച്ചു പോവുക തന്നെ ചെയ്യും. ഒരു സ്ത്രീയെ മാക്സിമം വേട്ടയാടുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എന്താവുമെന്ന് നീ വിചാരിക്കുന്നത്? നീ ചെയ്യുന്നത് നിനക്ക് ശിക്ഷയില്ലെന്നാണ് വിചാരിക്കുന്നത്. നീയാലെ തന്നെ ആയിരിക്കും ഇത് അവസാനിക്കാൻ പോകുന്നത്. ആ സ്ത്രീ അല്ലെങ്കിൽ നിന്നിലൂടെ അവരവസാനിക്കും, അല്ലെങ്കിൽ അവരിലൂടെ നീ അവസാനിക്കും. ഇത് രണ്ടിലെന്തെങ്കിലും ആയിരിക്കും. സമൂഹത്തിൽ കാണാം എല്ലാവർക്കും നിൻ്റെ ഈ പ്രവൃത്തിക്ക്. അന്നൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണും സമൂഹത്തിന് മുമ്പിൽ. എന്തിനും ഒരു മാന്യത നീ കാണിച്ചത് സ്ത്രീയെ. ഇനിയെങ്കിലും നീ ഒന്ന് വിട്ടുകള. അവരെങ്ങനെയോ ജീവിച്ചോട്ടു. നിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ അവസ്ഥ വരുന്നതിന് എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന കാര്യം അവരെ നിരന്തരം നിനക്കും മുമ്പിലെല്ലാം ഇത് ഇരിക്കുകയാണ്. അത് ഓർത്തിട്ട് വേണം നീ സംസാരിക്കാനും പ്രവർത്തിക്കാനും. എന്നിട്ട് നല്ല പിള്ള ചെമയുന്നു ലൈവിൽ വന്നിരുന്നു. ഒരു ഉടുപ്പുമില്ലാത്ത സ്ത്രീ. അവളൊക്കെ എത്രയോ ഇളയത്, നിങ്ങളൊക്കെ എത്രയോ ഇളയതാണ് ആ സ്ത്രീ.